ഹലോ, എല്ലാവർക്കും ജസ്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്കായിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഈ സ്നാക്കിൻ്റെ പേരാണ് ക്രഞ്ചി എഗ് ഫിംഗേഴ്സ്. അപ്പോൾ നമ്മുടെ ക്രഞ്ചി എഗ് ഫിംഗേഴ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ ക്രഞ്ചി എഗ് ഫിംഗേഴ്സിന് വേണ്ട സാധനങ്ങൾ. 4 മുട്ട, പിന്നെ ഈ മുട്ട അടിച്ചെടുക്കാൻ വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് ചതച്ചത്. ഇതുകൂടാതെ ഞാനൊരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പിടി കോൺഫ്ലേക്സ് ആണ്. വേണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടി എടുക്കാം. അത് ഓപ്ഷണലാണ്, ഞാനിവിടെ എടുത്തിട്ടില്ല. അത് എന്തിനാണ് എടുക്കുന്നതെന്ന് ഞാനിവിടെ ചെയ്തു വരുമ്പോൾ പറഞ്ഞുതരാം. ഈ മുട്ടയെല്ലാം അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഇനി നമുക്കൊരു ജാറിലോട്ട് ഈ മുട്ടയെല്ലാം പൊട്ടിച്ചിടാം. ഇനി പൊടികളെല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ജാറിൽ അടിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ആ മസാല എല്ലാം കൂടി ഒരു സൈഡിലോട്ടല്ലാണ്ട് ഇത് കംപ്ലീറ്റ് എല്ലാം കൂടി നല്ലപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടിച്ചെടുക്കുമ്പോൾ മസാലയൊക്കെ കട്ട പിടിച്ച് വേറെ വേറെ കിടക്കും. അതുകൊണ്ടാണ് ഞാനിത് ജാറിൽ എല്ലാം കൂടി അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മസാല എല്ലാം കൂടി എല്ലാത്തിലും യോജിച്ച് എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒരു തട്ട് വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ. ഇനി ഇതിലോട്ട് നമുക്ക് ഈ മുട്ട എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിൽ കൂടി പോവരുത്, കറക്റ്റ് 5 മിനിറ്റിൽ തന്നെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ 5 മിനിറ്റിൽ കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത്. കറക്റ്റ് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ കറക്റ്റ് അത് നല്ലൊരു പരുവത്തിന് കിട്ടും. ഇനി ഈ എഗ്ഗ് ഒന്ന് മുറിച്ചെടുക്കാം. ഈ ഷേപ്പിൽ ഞാൻ ഈ എഗ്ഗ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലെക്സ് കൈകൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുക. ജാറിൽ പൊടിച്ചെടുക്കാതിരിക്കുക, അപ്പോൾ ഒത്തിരി തരിതരിയായി പോവും. ഇങ്ങനെ കൈകൊണ്ട് പൊടിക്കുമ്പോൾ ശരിക്കും അതിൻ്റെതായ ഒരു ആ കൺസിസ്റ്റൻസിക്ക് നമുക്കിത് കിട്ടും. ഈ കോൺഫ്ലെക്സിന് പകരം ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതും ഇതിന് പകരം ഉപയോഗിക്കാം. ഈ ഒരു പരുവത്തിൽ ഇതെല്ലാം കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി ഈ കോൺഫ്ലെക്സിലോട്ട് പൊതിഞ്ഞ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് മാറ്റാൻ പറഞ്ഞിരുന്നല്ലോ, അത് നമ്മൾക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കുന്നതിന് മുമ്പായിട്ട് മിക്സ് ചെയ്ത് ഗോതമ്പ് പൊടിയിൽ ആദ്യം മുക്കി അതിന് ശേഷം ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി ഈ കോൺഫ്ലെക്സ് പൊതിഞ്ഞ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനു വേണ്ടിയാണ് ഞാൻ ആ ഗോതമ്പ് പൊടിയുടെ കാര്യം പറഞ്ഞത്. അത് ഓപ്ഷണലാണ്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. 2 രീതിയിൽ ചെയ്താലും അതിൻ്റെ ഒരു ക്രഞ്ച്നെസ് നമ്മൾക്ക് കിട്ടുന്നതാണ്.
ഇപ്പോൾ ഞാൻ ഇതെല്ലാം അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കോൺഫ്ലെക്സിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ച് അടുത്ത സൈഡ് ആക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. കാരണം ഈ മുട്ടയെല്ലാം നമ്മൾ നേരത്തെ നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. പിന്നെ അതിൻ്റെ ആ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആക്കുക. ഈ സ്നാക്ക് സോസിൻ്റെ കൂട്ടത്തിൽ മുക്കി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.